ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നെയ്യപ്പമാണ്. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ പച്ചരി വെച്ചിട്ടോ അരിപ്പൊടി വെച്ചിട്ടോ ഒന്നുമല്ല, നമ്മൾ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടാണ് ഈ ഒരു നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഗോതമ്പ് നുറുക്കാണ്. അത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. 2 മണിക്കൂർ വെച്ചാൽ തന്നെ നന്നായിട്ട് കുതിർന്ന് വരും. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുള്ളത്. കുതിർത്ത ശേഷം നമ്മൾ വാഷ് ചെയ്യരുത്, അതിന് മുന്നേ തന്നെ വാഷ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വെള്ളം മുഴുവനായിട്ട് അബ്സോർബ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളം മുഴുവൻ പോയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അതല്ലെങ്കിൽ വെള്ളമൊക്കെ നന്നായിട്ട് കൂടും നമ്മുടെ ഈ ഒരു നെയ്യപ്പത്തിലേക്ക്. അതിനുശേഷം വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മുഴുവനില്ല, 1 കപ്പിൻ്റെ അടുത്തായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ നമുക്ക് നെയ്യപ്പം കുറച്ചൊരു തരിതരിയൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റവയൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് വറുക്കാത്ത അരിപ്പൊടിയാണ്, വറുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. അപ്പോൾ റവ ചേർക്കുമ്പോൾ കുറച്ച് ചെറിയൊരു തരിതരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. അതെല്ലാം ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് ശർക്കര പാനി കൂടെ ചേർക്കാനുണ്ട്. എല്ലാം ചേർത്തിട്ട് ഒരുപാട് ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ വെള്ളം കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ പിന്നെ വീണ്ടും അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയം നമുക്ക് ശർക്കര കൂടി ഉരുക്കിയെടുക്കണം. ശർക്കര നമ്മൾ നല്ല ചൂടോടുകൂടിയാണല്ലോ അതിലേക്ക് ഒഴിക്കുക, എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നത് അലിയിപ്പിച്ചെടുത്തതിന് ശേഷം അരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടെ തന്നെ നമുക്ക് നമ്മുടെ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരിച്ചിട്ട് ഒഴിക്കുന്നില്ല, കാരണം ഇത് നല്ല ശർക്കര ആയിരുന്നു. ഇങ്ങനെ കല്ലും മണ്ണും അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ശർക്കര ആയിരുന്നു, നേരിട്ടങ്ങ് ഒഴിക്കുക. അപ്പോൾ അതുപോലെ അതൊക്കെയുള്ള ശർക്കര പാനിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പയിലൂടെ ഒഴിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ആ ചൂടോട് തന്നെ അത് ഒഴിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് 2 നുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 2 നുള്ള ബേക്കിംഗ് സോഡ കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചുട്ടെടുക്കാം. നെയ്യപ്പത്തിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എന്താ പറയുക, കലത്തപ്പം അതുപോലെ ഉണ്ണിയപ്പം അതിൻ്റെ ഒന്നും പോലെയല്ല, അതിലേറെ കുറച്ചുകൂടെ തിക്കായിട്ട് വേണം നമ്മുടെ ഒരു മാവ് ഇരിക്കുക. അപ്പോൾ തിക്നെസ് ഒരുപാട് ലൂസായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിപ്പൊടി ചേർത്താൽ മതി. കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടണം. പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഏലക്ക നമ്മൾ ആ ഒരു ഇത് അരക്കില്ലേ, ഗോതമ്പ് നുറുക്ക് അരക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ബാറ്റർ റെഡിയായി. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ചൂടായതിന് ശേഷം നമുക്ക് ബാറ്റർ ഒരു തവി ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഒഴിക്കുന്ന സമയത്ത് ചൂട് വേണം. അതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ കുറേ നേരം ഇട്ടിട്ട് വേവിച്ചെടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. കണ്ടോ, നല്ല പൊങ്ങി വന്ന് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. കുറച്ച് സമയം അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ഉൾഭാഗം ശരിക്ക് വെന്ത് കിട്ടൂല, അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പം ഒരു നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടാവും ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പച്ചരി തന്നെ വേണമെന്നൊന്നുമില്ല നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാൻ. ഗോതമ്പ് നുറുക്കായാലും നമുക്ക് അടിപൊളിയായിട്ട് പെർഫെക്റ്റ് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി നെയ്യപ്പമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇത് ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് ഫില്ലായിട്ടുള്ള ഒരു നെയ്യപ്പമാണ്. അപ്പോൾ ഞാനിത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് ഉൾഭാഗത്തൊക്കെ നല്ല അടിപൊളി. ചിലർക്ക് ഇത് ഉള്ളിൽ നല്ലോണം ഉണ്ടാകുന്നത് നല്ല ഇഷ്ടമായിരിക്കും, എന്നാൽ ചിലർക്ക് ഇത് ഉണ്ടാവുന്നത് തീരെ ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ. അപ്പം എനിക്ക് കുറച്ചൊക്കെ അതിൻ്റെ ഉള്ളിൽ വേണം കേട്ടോ നെയ്യപ്പം കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു നെയ്യപ്പം ഉണ്ടാവുക. ഇഷ്ടമായാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്